അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഡാൻസ് ക്ലാസ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു വീഡിയോ എടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഒരു 1 ഇയർ ആയിട്ടുണ്ടാവും. പക്ഷേ സാഹചര്യം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാറില്ല. താമരശ്ശേരിയിൽ ഡാൻസ് ക്ലാസ്സിന് പോകുന്ന ടൈമിൽ പ്രത്യേകിച്ച് എനിക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. എടുത്ത് വെക്കാറുണ്ട്, ബട്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പോകുമ്പോൾ എന്തായാലും ഫുൾ എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കുച്ചിപ്പുടി ക്ലാസ്സിനാണ് പോകുന്നത്. ഒരു ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഞാൻ താമരശ്ശേരിയിലാണ് കുച്ചിപ്പുടി പഠിക്കുന്നത്. അപ്പോൾ ഞാൻ താമരശ്ശേരി പോകുമ്പോൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരത്തെ ഇറങ്ങിയാലാണ് അവിടെ ഒരു 10 മണി ആ ഒരു ടൈമിൽ എത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ നൈറ്റ് ഒരു 12 മണി ആ ടൈമിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ട്രെയിനിൻ്റെ കാര്യം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ലേറ്റ് ആവാം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും പോയിട്ട് വരാറില്ല കേട്ടോ, ചില ടൈമിലൊക്കെ അവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പിന്നെ പറയണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അതായത് സ്നാക്സ് ഒന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ലൈക്ക് ഈ സമൂസ, അങ്ങനത്തെ സംഭവം, ഉഴുന്നുവട, അതൊന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനത്തെ കേക്ക്, ലേസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് എൻ്റെ മമ്മി എനിക്ക് ലേസ് വാങ്ങി തരുന്നില്ല, അങ്ങനെ കേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതാ ട്രെയിൻ എത്തിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതായത് എന്നെ അറിയാത്ത കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും ദൂരം പോയി ഡാൻസ് പഠിക്കുന്നതെന്ന്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതൊരു ബുദ്ധിമുട്ടായി ഇതുവരെയും തോന്നിയിട്ടില്ല. ഡാൻസാണ് സത്യം, ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാര്യം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, ഇത്രയും ദൂരം പോകാനും ട്രാവൽ ചെയ്യാനും. നല്ല ടയേർഡാവും, വീട്ടിലെത്തുമ്പോൾ തന്നെ ലേറ്റാവും. പക്ഷേ അതൊന്നും എനിക്കത്ര ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്. പിന്നെ പോരാത്തതിന് എൻ്റെ സജീഷ് മാഷ് അടുത്തേക്കാണല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റിലാണ് ഇറങ്ങാറുള്ളത്. അവിടെ നിന്ന് വീണ്ടും ഒരു 1 അവർ ട്രാവലിംഗ് ഉണ്ട്. ബസ്സിലാണ് പോകാറുള്ളത് കേട്ടോ താമരശ്ശേരിക്ക്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ വ്ളോഗിൽ അന്ന് പോയ ഡേയിലെ ക്ലിപ്സ് മാത്രമാവില്ല ഉണ്ടാവുക. ഞാൻ മുന്നേ എടുത്ത് വെച്ച കുറച്ച് ക്ലിപ്സും കൂടി ഉണ്ട്, അതും കൂടി ഞാനിതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് അവിടെ പോയി ഞാൻ ഫുൾ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാറില്ല. കംപ്ലീറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പറ്റാറില്ല, പകുതി വെച്ച് അത് എൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി അപ്പം കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ. സീറ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല. അത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ആക്ച്വലി എന്താ നടക്കണേന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം, അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ സീറ്റുള്ള ടൈമിൽ ഞാൻ ഉറങ്ങാറുണ്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല, പാട്ട് കേട്ട് അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ മമ്മി എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണെന്ന്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. മമ്മി ഇന്നേ വരെ ഡാൻസിൻ്റെ ഒരു കാര്യത്തിൽ എന്നോട് നോ എന്ന് പറഞ്ഞിട്ടില്ല. എത്ര ദൂരത്തായാലും അതിനിപ്പോൾ എത്ര വലിയ റിസ്ക് ആയാലും മമ്മി എന്നെ ഡാൻസ് ക്ലാസ്സിന് വിടാറുണ്ട്. പോരാത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഗുരൂസിൻ്റെ അടുത്ത്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് ഇഷ്ടപ്പെട്ട ഗുരൂസിൻ്റെ അടുത്ത് എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തി. ഈ ഒരു റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കലോത്സവം ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണല്ലോ സ്റ്റാൻഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നേരെ താമരശ്ശേരി പോവാറ്. അപ്പോൾ അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബേക്കറി കയറി. ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഇവർ തന്നെ ബേക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സ്പെഷ്യലി ഇവരുടെ ബ്രൗണീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബേക്കറിയും അവിടെ തന്നെയാണ്, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് പുതിയ ഷോപ്പാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് സ്വീറ്റ്സും കേക്ക്സും ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ഡാൻസ് ക്ലാസ്സിലോട്ടല്ല, മാഷിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മാഷിൻ്റെ വീട്ടിലെത്തി. മാഷ് സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു. മാഷ് നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ മാഷിൻ്റെ കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ മാഷ് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. മാഷ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാഷ്ക്ക് വേറെ ക്ലാസ് ഉണ്ട്, അതിന് പോകാൻ. അപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അല്ല, എന്നെ കണ്ടപ്പോഴാണ് മാഷ് പറഞ്ഞത്, നീ എൻ്റെ ചിക്കൻ കറി കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ പോയിട്ട് മാഷ് ചിക്കൻ പോയി വാങ്ങിച്ചു കൊടുന്നു. എന്നിട്ട് വെക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ എന്താ ചെയ്യുക, ഓരോരോ ആഗ്രഹങ്ങളെ. പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇത് മാഷിൻ്റെ അച്ഛൻ ചെയ്ത ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എന്താണെന്നും കൂടി എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതിൻ്റെ ഓരോരോ പോർഷൻസ് ഇങ്ങനെ നോക്കുമ്പോഴാണ് എന്തൊക്കെയാണെന്ന് പിടികിട്ടിയത്.
അപ്പോൾ അങ്ങനെ ഇതാ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആളെത്തിയിട്ടുണ്ട്. പക്ഷെ ആളെടുത്ത് മമ്മി പറഞ്ഞു ഞാൻ വന്നിട്ടില്ല എന്ന് വെറുതെ നുണ പറഞ്ഞു കേട്ടോ. ആരാന്ന് വെച്ചാൽ മാഷിൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അവളെ മുത്തേനെ വിളിക്കുക. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വരുന്ന കാര്യം ഓൾറെഡി അവൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ മമ്മി വെറുതെ പറഞ്ഞു ഞാൻ വന്നിട്ടില്ല എന്ന്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അവൾ വിശ്വസിച്ചു ഞാൻ വന്നിട്ടില്ല എന്ന് കേട്ടോ. ഇത്ര സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ക്ലാസ് കഴിഞ്ഞാൽ തൃശ്ശൂർ വരാറുള്ളൂ, വല്ലപ്പോഴും അവിടെ സ്റ്റേ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ കുറേ നാൾക്ക് ശേഷം എന്നെ കാണുക. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങനെ അവളെ കാണാറില്ല, അവിടെ സ്റ്റേ ചെയ്യാൻ പോകുമ്പോഴാണ് അവളെ കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. മുത്ത് മാത്രമല്ല ചേച്ചിയും കൂടി ഉണ്ട്, തീർത്ത ചേച്ചി ഹോസ്റ്റലിലാട്ടോ. ഞാൻ വരുമ്പോൾ ചേച്ചി ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈ ടൈം വന്നപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നില്ല. നാളെ ഇനി എന്താ പഠിക്കാതിരുന്ന് ചോദിച്ചാൽ ടീച്ചറോട് പറഞ്ഞാൽ മതി, അച്ചു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, പഠിക്കാനൊന്നും പറ്റിയില്ല. അച്ചു ചേച്ചി നാളെ പോട്ടാ. നാളെ പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ. നാളെ പിന്നെ എനിക്ക് വീട്ടിൽ പോണ്ടേ. നാളെ എന്റെ പ്രാക്ടീസ് കഴിയും. നാളെ പ്രാക്ടീസ് കഴിഞ്ഞാൽ മറ്റന്നാള് വരുമല്ലോ. മറ്റന്നാള് വരില്ലല്ലോ, മറ്റന്നാള് ഞാൻ തൃശ്ശൂര് പോവല്ലോ. നാളെ മുത്ത് രാവിലെ എണീറ്റ് സ്കൂളിൽ പോണു. മുത്ത് വരുമ്പോഴേക്കും അച്ചു ചേച്ചി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞാനും മാഷും കൂടി ക്ലാസ്സിലോട്ട് വന്നു. മാഷ അങ്ങനെ തന്നെ പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി വെയിറ്റിംഗ് ആണ്. എനിക്കാണെങ്കിൽ ഒരു വീഡിയോ എടുക്കണമായിരുന്നു മാഷയായിട്ട്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് ഒരു വാലറ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാഷൻ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് ഒരു വാലറ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കല്ല, മാഷ്ക്കാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. മാഷ്ക്കാണെങ്കിൽ ആ വാലറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. മാഷിൻ്റെ നെയിമൊക്കെ എഴുതിയിട്ട് ചാംസൊക്കെ വെച്ചിട്ടുള്ള ഒരു വാലറ്റാണത്. അപ്പോൾ മാഷ്ക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വാലറ്റ്. ഇൻസ്റ്റയിൽ ഒരുവിധം ക്രാഫ്റ്റേഴ്സ് എല്ലാം സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ എനിക്ക് കൊളാബ് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഡാൻസ് ക്ലാസ്സിനൊക്കെ ഇറങ്ങി. അപ്പോൾ ഷെയ്ക്ക് കുടിക്കാൻ കയറി. അപ്പോൾ അങ്ങനെ ഞാൻ ഓറിയോ ഷെയ്ക്കാണ് ഓർഡർ ചെയ്തത്. മമ്മി ടീ കുടിച്ചു. അപ്പം അങ്ങനെ കുറച്ച് ടൈം അവിടെ റെസ്റ്റൊക്കെ ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി കേട്ടോ. ഫുഡ് പിന്നെ പാർസലിക്കുക ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ തന്നെ ഓൾറെഡി നല്ലോണം ലേറ്റാവും. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നേരത്തെ തന്നെ എത്തിട്ടോ. ഫുഡ് പാർസൽ ചെയ്തിട്ട് ട്രെയിനിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ ട്രെയിനിലിരുന്ന് കഴിക്കാൻ പറ്റിയില്ല. ട്രെയിനിലെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അപ്പോൾ ട്രെയിനാണെങ്കിൽ പിന്നെ 6:30 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 9:30 ആ ഒരു ടൈമിലാണ് വരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഫുഡ് പാർസലിപ്പിച്ചു. ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് അത് വേഗം പാർസലിപ്പിച്ചു കേട്ടോ. എനിക്ക് ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ്. മമ്മി അങ്ങനെ വാങ്ങിത്തരാറൊന്നുമില്ല. കോമ്പറ്റീഷൻ്റെ ടൈമിൽ പ്രോഗ്രാംസൊക്കെ ഉള്ള ടൈമിൽ വാങ്ങിത്തരാറില്ല. ഇതിപ്പോൾ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് വാങ്ങിത്തന്നതാണ്. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിനിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുമായിരുന്നില്ലേന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണ് താമരശ്ശേരി പോകാമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. മാഷ് പറയും അപ്പോൾ പോവും, അങ്ങനെയാണ്. ചിലപ്പോൾ ഇന്ന് നൈറ്റ് ആവും പറയുക, അപ്പോൾ നാളെ രാവിലെ പോവും. അങ്ങനെ ഒരു പ്ലാൻഡ് അല്ലാത്തൊരു ട്രാവലിംഗ് ആണ് താമരശ്ശേരി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ ട്രെയിനിലാണെങ്കിൽ സീറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ ഇരുന്നിട്ട് വരും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ടൈമിൽ ഇരിക്കാനും കൂടി സ്ഥലം ഉണ്ടാവാറില്ല, അത്രയും കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിൽക്കും, എങ്ങനെയൊക്കെയോ നിന്നിട്ട് വരും. ചില ടൈമിൽ കുറച്ച് സീനാട്ടോ. എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ കുറേ നേരം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിടുമ്പോൾ നമ്മൾ കുറേ നേരം നിൽക്കേണ്ടി വരും. അങ്ങനെ കുറേ ടൈം പോവും. പക്ഷെ കുഴപ്പമില്ല. ഇതൊക്കെ കണ്ടിട്ടാവട്ടെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവുക, ബുദ്ധിമുട്ടല്ലേ, ഇത്ര റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്കൊരു റിസ്ക് ആയിട്ട് തോന്നുന്നില്ല. അതങ്ങനെയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു കാര്യത്തോട് ജെന്യുവനായിട്ട് നിൽക്കുമ്പോൾ അതിനിപ്പോൾ എത്ര ബുദ്ധിമുട്ട് വന്നാലും നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യുള്ളൂ. ഞാനൊക്കെ അങ്ങനെയാണ്. അപ്പം അമ്മ എന്നോട് ചോദിക്കാറുണ്ട്, അച്ചു നീ ടയേർഡ് ആവുന്നുണ്ടോ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഓക്കെയാണ്, എനിക്കതൊരു കുഴപ്പമില്ല. പിന്നെ ഒന്നുമല്ല കേട്ടോ. ഇതിലും ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പേര് പഠിക്കാൻ പറ്റാഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ട്രാവലിംഗ് ഉണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ പിന്നെ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാലും എനിക്കിഷ്ടപ്പെട്ട ഗുരൂസിൻ്റെ അടുത്തേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ടല്ലോ. അവരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്.
അപ്പോൾ അതെന്തായാലും പറ്റുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും അങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ബുദ്ധിമുട്ടല്ല. എന്നാലും അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത്. അവരുടെ അടുത്തേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ടല്ലോ, അതുപോലും എത്താൻ പറ്റാത്ത കുട്ടികളുണ്ടാവാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഹാപ്പിയാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഇതാ സീറ്റ് കിട്ടിയപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതായത് നല്ല ആൾക്കാർ എന്തിനാ അത്ര ബുദ്ധിമുട്ടി പോകുന്നേ മോളെ എന്ന് ചോദിക്കും. അല്ലാത്ത ആൾക്കാർ ചോദിക്കും നിനക്ക് എന്താ വല്ല പ്രാന്തുണ്ടോ ഇത്രയും ദൂരമൊക്കെ പോയി പഠിക്കാമെന്ന്. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും ജെനുവിനായിട്ടാണ് ആ ഒരു കാര്യത്തിന് എഫേർട്ട് ഇടുന്നതെന്നുള്ള കാര്യമൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വല്ല പ്രാന്തം ഉണ്ടോ ഇത്രയും ദൂരമൊക്കെ പോയി പഠിക്കാൻ, ഇവിടെ എന്താ ഡാൻസ് ക്ലാസ് ഇല്ലാഞ്ഞിട്ടാണോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശാന്തമായ രീതിയിലുള്ള ആൻസർ കൊടുക്കും. അങ്ങനെയാണ്. നമുക്കിപ്പോൾ അവരോട് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹവും ഇഷ്ടങ്ങളും ഒന്നും അവർക്ക് അറിയില്ലല്ലോ, ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇതാ സ്റ്റേഷനിലെത്തി. ഇപ്രാവശ്യം പോയപ്പോൾ നേരത്തെ എത്തി കേട്ടോ. അവിടെ നിന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ട്രെയിൻ കുറേ നേരം നിർത്തിയിടലൊന്നും ഉണ്ടായിരുന്നില്ല. ഷൊർണൂർ ആ ഭാഗത്ത് കുറേ നേരം ഇടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നേരത്തെ എത്തി, ഒരു 10:30-11 മണി ആ ടൈമിലൊക്കെ എത്തി. അല്ലാത്ത ടൈമിലൊക്കെ കുറേ നേരം പ്രാക്ടീസൊക്കെ ഉണ്ടാകുമ്പോൾ 12 മണി 1 മണിയൊക്കെ ആവാറുണ്ട്. ഇനി സ്കൂട്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോവും. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് വേഗം കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഉറങ്ങുന്നതേ അറിയുള്ളൂ, പെട്ടെന്ന് ഉറങ്ങി പോകും നല്ല ക്ഷീണമായിട്ട്. അപ്പോൾ ഇതാണ് ഡാൻസ് ക്ലാസ് ഉള്ള ടൈമിൽ ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഇതേപോലെ ഡാൻസ് ക്ലാസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് വ്ളോഗ്സ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡാൻസ് വിത്ത് അസിൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.